ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന് ലാലേട്ടൻ ബബ്ബ സിനിമയിലെ ലുക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു 7ന്റെ പണിയായിരിക്കും. നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡടക്കം അതിനകത്ത് ഒരുപാട് ചേഞ്ചുകൾ വരും. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് അറിയിക്കുന്ന രീതിയിലായിരിക്കും ലാലേട്ടൻ്റെ വീക്കെൻഡിലെ ഇടപെടലും എന്നുകൂടിയാണ് ഇതിലെ പ്രോമോകളും എല്ലാം സൂചിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഓരോ ഈവൻസിലെ സമയം കളയാതെ നമുക്ക് ഓരോ ഈവൻസിലെയും ഒരുപാട് ഈവൻസ് നടന്നിട്ടുണ്ട്. ഒട്ടുമിക്ക സംഭവങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ ഈവൻസ് ആയിട്ട് നമ്മൾ കണ്ണോടിക്കാം. ആദ്യം തന്നെ ആദ്യ ആഴ്ചയിലെ പ്രധാന ഇൻസിഡൻറ്റുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതായത് ഇവർ തമ്മിലുണ്ടായ വാക്കേറ്റങ്ങൾ, ടാസ്കിനിടയിലുണ്ടായ ഇൻസിഡൻസ്, ഇതിലെ പ്രധാന ഭാഗങ്ങൾ ആദ്യം തന്നെ എടുത്തു കാണിച്ചു. അതിനുശേഷം പണിപ്പുര ടാസ്കിനെ കുറിച്ച് ലാലേട്ടൻ ആദ്യം തന്നെ ചോദിക്കുന്നു. പണിപ്പുര ടാസ്ക് എങ്ങനെയുണ്ട്, പണിപ്പുര എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അതിനകത്ത് ചില ആൾക്കാർക്ക് പണിപ്പുരയിൽ പോകാൻ ഒരു മടിയുണ്ടായിരുന്നു, ചിലവരത് ധൈര്യസമേതം ഏറ്റെടുത്തു. അപ്പോൾ ഇതൊരു ഗെയിമാണെന്ന കാര്യം മറക്കരുത്. വിട്ടുകൊടുത്തുകൊണ്ടുള്ള പ്ലേ രീതി എത്രത്തോളം ഇതിനകത്ത് മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും മത്സര ബുദ്ധിയോടെ ഗെയിമിലേക്ക് ഇറങ്ങണം. വിട്ടുകൊടുക്കുന്നത് എന്നുള്ളത് ഒരു ഗെയിം അല്ല എന്ന് ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് മാറി ഈ ആർക്കെങ്കിലും ഇനി പണിപ്പുരയിൽ പോകാതിരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നെവിൻ എഴുന്നേറ്റ് നിന്നിട്ട്, നെവിൻ അവിടെ കുറച്ച് ഓവർ സ്മാർട്ടാണോ അല്ല നെവിൻ്റെ സ്വാഭാവിക രീതിയിലുള്ള കോമഡി ആണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല. പക്ഷേ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് സമ്മാനമുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല ലാലേട്ട എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അത് സീരിയസ് ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നെവിനെ ഇനി പണിപ്പുരയുടെ ഭാഗത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നെവിനെ അവിടെ ഇരുത്തുകയാണ്. അതിനുശേഷം ഈ ബിഗ് ബോസ് ഹൗസിൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ചില ആൾക്കാർ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഏരിയകൾ, കിച്ചണുണ്ട്, ഹാളുണ്ട്, ഗാർഡൻ ഏരിയ ഉണ്ട്. ഇത്രയും ഏരിയയുള്ള എവിടെയും പ്രേക്ഷകർ ഇവരെ കൂടുതൽ കാണുന്നില്ല, സ്ക്രീൻ ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പ്രേക്ഷകർ പറഞ്ഞു എന്ന് ലാലേട്ടൻ അറിയിക്കുന്ന പേരുകളാണ് ഒനീൽ, സരിക, രഞ്ജിത്ത്, ബിൻസി ആൻഡ് ഷൈത്ത. ഇത്രയും ആൾക്കാർ ക്യാമറയുടെ മുന്നിൽ ടൈം കുറവാണെന്ന് പറയുന്നു. ഇപ്പോൾ വരുന്ന സ്ട്രോങ് റൂമർ അനുസരിച്ചിട്ട് ഇതിൽ ഒരാളാണ് ഈ ആഴ്ച എവിക്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ അവരുടേതായ കാരണങ്ങൾ നിരത്തുന്നുണ്ട്. കിച്ചൺ വർക്കിലാണ്, കിച്ചണിൽ ഒതുങ്ങിക്കൂടി, അല്ലെങ്കിൽ സമയമെടുത്താണ് ആൾക്കാരെ പരിചയപ്പെടുക എന്നുള്ള പല ന്യായങ്ങൾ പറയുന്നു. ലാലേട്ടൻ പറയുന്നു ഇത് പ്രേക്ഷകർ പറയുന്നതാണ്, നിങ്ങൾ കുറച്ചുകൂടെ സ്ക്രീനിൽ ആക്റ്റീവ് ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരെന്ന് പറയുന്നു. അതിനുശേഷം ഈ ആഴ്ചയിൽ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിലാദ്യം ഒനീലും നമ്മുടെ രണയും തമ്മിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അത് രണ പറഞ്ഞ ഒരു ചിലവർക്ക് ഫേവറിസം, ചിലർക്ക് കുക്ക് ചെയ്യാൻ ചാൻസ് കൊടുക്കുന്നു, ചിലവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഒനീലിനോട് ലാലേട്ടൻ ചോദിക്കുകയാണ്, നിങ്ങളൊരു മികച്ച കുക്കല്ലേ? അപ്പോൾ ഒനീൽ മറുപടി പറയാണ്, ഒരുപാട് കുക്കുകൾ ചേർന്നാൽ ഡിഷ് മോശമാകും. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ഒരുപാട് കുക്കുകളില്ലല്ലോ, 1-2 പേരല്ലേ, അപ്പോൾ അത് അനുവദിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ അവിടെ ആ ഒരു ചർച്ച ഇപ്പോൾ പ്രശ്നം തീർന്നോ, കുറച്ചൊക്കെ തീർന്നു എന്ന് പറഞ്ഞ് ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ശരത്തിനെയും അക്ബറിനെയും എഴുന്നേപ്പിച്ചേർത്തി, നിങ്ങളെന്താ ഇവിടുത്തെ അയൽക്കൂട്ടം കളി നിങ്ങളാണോ എന്ന് ചോദിക്കുന്നു. അതായത് ബിഗ് ബോസിൻ്റെ ടീം ഇപ്രാവശ്യം എന്തായാലും കമൻസ് ആണെങ്കിലും അത് എല്ലാ പ്രതികരണങ്ങളും നേരിട്ട് നേരെ നമ്മൾ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് മത്സരാർത്ഥികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഗെയിമിൻ്റെ സ്ട്രാറ്റജി മെനയാൻ വേണ്ടി പറ്റും. അവരോട് ചോദിക്കുന്നത്, നിങ്ങളൊരു ഗ്യാങ് ആണോ? നിങ്ങൾ പല പ്ലാനിങ്ങുകളും ചെയ്യുന്നത് കണ്ടു. നമ്മൾ കണ്ടു 2 ദിവസം മുമ്പ് നൈറ്റ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അതായത് ചിലവരെ ഇവർക്ക് അകത്താക്കണമായിരുന്നു, പുറത്താക്കണമായിരുന്നു. പക്ഷേ അപ്പോൾ അക്ബർ ഇതിനെ ന്യായീകരിക്കുന്നത്, നമ്മൾ നേർക്ക് നേർ വന്നാൽ നമ്മൾ സിംഗിളായിട്ട് തന്നെ കളിക്കുമെന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇത്രയും ആൾക്കാർ മാറി നിൽക്കുന്നത് കൊണ്ട് അവരാണ് ഗ്യാങ്, നമ്മളെ അപ്പോൾ മാറ്റി നിർത്തുന്നത് കൊണ്ട് നമ്മളെ ഒരു ഗ്യാങ്ങായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ് എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അക്ബർ. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാൻഡിനെ ആൾക്കാർ എത്രത്തോളം സീരിയസ് ആയിട്ട് കണ്ടു മത്സരാർത്ഥികൾ എന്നുള്ള രീതിയിലേക്കാണ് ലാലേട്ടൻ കടക്കുന്നത്. അത് ബാൻഡ് വന്ന വഴി, അതിൽ നിന്ന് ആൾക്കാർ കൈമാറി പോയ വഴിയും, അതിനകത്ത് ആദില നൂർ ഇത് 2 പ്രാവശ്യം കൈവശപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒനീൽ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ബാൻഡ് വളരെ അവർ കീപ്പ് ചെയ്തില്ല, അപ്പോൾ തന്നെ അത് അവിടുന്ന് കൈമാറി അക്ബറിലേക്ക് പോയി എന്നുള്ളത് അതൊരു മത്സര ബുദ്ധിയുടെ കുറവായിട്ട് ലാലേട്ടൻ അവിടെ സൂചിപ്പിച്ചു. ഇതിൽ ആര്യൻ അദ്ദേഹത്തിന് ബാൻഡിനോട് കൊടുക്കുന്ന അദ്ദേഹത്തിന് ആത്മാർത്ഥതയും അതിനോട് കൊടുക്കുന്ന സീരിയസ്നെസ്സിനെ ലാലേട്ടൻ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. അതിനുശേഷമാണ്
ജിസേലിനുള്ള വാണിംഗ്. അതായത് ജിസേൽ 2-3 തവണ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടും 2-3 തവണ റിട്ടേൺ ചെയ്യാത്ത അതിനെക്കുറിച്ച് എടുത്തു ചോദിച്ചു. അപ്പോൾ 1-2 സാധനങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വ്യക്തമായ മറുപടി തരാത്തതുകൊണ്ട് ജിസേലിൻ്റെ സൂട്ട് കേസ് ബിഗ് ബോസ് തിരിച്ചു വിളിക്കുകയാണ്. അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് വരും എപ്പിസോഡുകളിൽ അറിയാം. അതിനകത്ത് ഉള്ള സാധനങ്ങളെ ഓർത്ത് കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് ആ സൂട്ട് കേസ് തിരിച്ച് വെപ്പിക്കുകയാണ്. ജിസേലിൻ്റെ എല്ലാ കോസ്മെറ്റിക്സും എല്ലാം അടങ്ങിയ പെട്ടിയാണെന്ന് കരുതുന്നു അതിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കിനെ കുറിച്ച്, ടാസ്ക് എത്ര പേർക്ക് മനസ്സിലായി, അതിനകത്ത് എന്തൊക്കെ ട്രൈ ചെയ്തു, അതിനകത്ത് ഷാനവാസും ടീമംഗങ്ങളും തമ്മിലുള്ള ആ ഇഷ്യൂവും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഷാനവാസ് പുറത്തു വെച്ച് തന്നെ പറയുന്നുണ്ട് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും അത് ഇതൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു കോള് കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്ന് ഫാമിലിയോട് അദ്ദേഹം നേരിട്ട് പറയുകയാണ് അതിനുശേഷം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് നെവിനോട് പറയുന്നു, നിങ്ങളിങ്ങനെ കുറച്ച് ഫിസിക്കൽ ടാസ്കുകളൊക്കെ കൊടുക്കൂ, നിങ്ങളൊരു അങ്ങനെയുള്ള ട്രെയിനറൊക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹം കുറച്ച് കളരിയും അതുപോലുള്ള ജമ്പിങ് ജാക്സ് പോലുള്ള ചില ഇത് കാണിച്ചിട്ട്, ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇവർ റെഡിയാവും, എത്ര പേര് റെഡിയാവും എന്ന് പറഞ്ഞാൽ റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു എന്ന് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയാണ്. അതിനുശേഷം വീക്കിലി ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നു. വീക്കിലി ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് 1 പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ ആര്യനെ പിന്തള്ളി വിജയിച്ച അക്ബർ ഖാനെ ലാലേട്ടൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ അതിനകത്ത് ടാസ്കിനകത്ത് പോയ, അതായത് പണിപ്പുരയ്ക്ക് അകത്ത് പോയ ആ എഫേർട്ടിനെയും ലാലേട്ടൻ അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇരട്ടപ്പേര് ടാസ്ക്. ഏറ്റവും അധികം വിവാദമുണ്ടായത് ഈ ഇരട്ടപ്പേര് ടാസ്ക്കാണ്. അതായത് രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ആ ഒരു ഇൻസിഡൻറ്റ് എത്രത്തോളം പുറത്ത് ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് ലാലേട്ടൻ അങ്ങ് അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പേര്, എന്തൊക്കെ രസകരമായ പേരുകൾ വിളിക്കാമായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേരുകളും വിളിക്കുക, അതൊരു മുള്ളംപന്നി എന്നുള്ള പേരുകളൊക്കെ അനുവദനീയമാണ്, പക്ഷേ ഇതൊരു വളരെ കടന്ന കൈയായി പോയി എന്ന് അക്ബർ പറഞ്ഞു. ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട്, മാപ്പ് ചോദിച്ചാലും ഞാൻ അന്ന് തന്നെ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി, പക്ഷെ മനസ്സിൽ നിന്ന് മായില്ല എന്ന് രേണു സുധി ലാലേട്ടനോട് പറയുന്നുണ്ട്. അതിനുശേഷം ആദില നൂറ ഒരു മോശം പദം ഉപയോഗിച്ചിട്ട്, അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പറയുന്ന പോലെ എന്തരപ്പി, പക്ഷെ പല നാട്ടിൽ അതിന് ബാഡ് നെയിമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് അനീഷിനെ വിളിച്ചത്. അതിൽ ഇപ്പോഴും കുറച്ച് ശരിയുണ്ട് എന്ന് നൂറ പറയുമ്പോൾ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളോട് പറയാനുള്ള, നിങ്ങളെ തിരിച്ചു വിളിക്കാനും അറിയാമെന്നുള്ള ലാലേട്ടൻ ശക്തമായ വാണിംഗ് കൊടുക്കുകയാണ്. അതിനുശേഷം ജിസേലിന് ആരും ഇരട്ട പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ രേണു ഉടനെ തന്നെ ബ്യൂട്ടി പാർലർ എന്നുള്ള പേര് കൊടുത്തു. ആ പേര് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈറ്ററാക്കി. ലാലേട്ടനും ആ പേര് ഇഷ്ടമായി, നോക്ക് എന്ത് രസകരമായിട്ട് ഈ പേര് വന്നു, അതുപോലെയുള്ള പേരുകളാണ് ഈ ടാസ്കിൽ ഉദ്ദേശിച്ചത് എന്നും പറയുന്നുണ്ട്. അതുപോലെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന 3-4 പേരുകൾ അവർക്ക് ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ ഒരു ബാൻഡ് പോലെ കിടക്കുന്നത്. മുള്ളംപന്നിയായ അനീഷിന് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പൂമ്പാറ്റ എന്ന് പറഞ്ഞ ആദിലാൻ ഉറക്കിട്ട ആ ഒരു പേരും, പാവക്കുട്ടി എന്ന് പറഞ്ഞ അനുമോൾക്ക് കിട്ടിയ പേരും, അത് ഇതിന് പുറമിൽ ഏറ്റവും അധികം നല്ല പേരുകൾ സജസ്റ്റ് ചെയ്തത് രഞ്ജിത്താണെന്ന് രഞ്ജിത്തിന് പ്രത്യേകം പേരെടുത്തിട്ട് ലാലേട്ടൻ അഭിനന്ദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഓൺലൈൻ ലാലേട്ടൻ ഒരു ചിറ്റ് വരുന്നത്. അതായത് ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ മത്സരാർത്ഥികൾക്ക് വേണ്ടി ഗെയിം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക്, അതായത് അമ്പലത്തേക്കാൾ വലിയ പ്രതിഷ്ഠകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു താക്കീത് തരികയാണ്. അവർക്കും 7ന്റെ പണി കിട്ടും. ഇങ്ങനെ ചെയ്തിട്ടും വോട്ടിങ്ങിലൊന്നും അത് പ്രതിഫലിക്കാനും സാധ്യതയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ന്യൂസുകൾ ലീക്കാക്കിയിട്ടും റൂമറുകൾ, അതായത് അകത്തു നിന്നുള്ള ന്യൂസുകൾ പുറത്തേക്ക് എത്തിച്ചിട്ട് ആ ഷോയുടെ ഒരു എന്താ പറയുക, ആ കാത്തിരിക്കാനുള്ള ആകാംക്ഷയെ കെടുത്തരുതെന്നും ഷോയെ നശിപ്പിക്കരുതെന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് രേണു സുധി ബിഗ് ബോസ് ഹൗസിലെ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യ ആഴ്ചയിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ തയ്യാറാക്കിയിട്ട് അതിനകത്തേക്ക് വോട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിക്സും കൂടി ചേർത്തിട്ട് പ്രചരിപ്പിച്ചിരുന്നു. ഇത് നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് നേരിട്ട് കാണിച്ചു കൊടുത്തിട്ട് രേണു സുധിയോട് പറയുകയാണ്, ഇതൊരു തരം പൈറസി തന്നെയാണ്, ഇതുപോലെ ആര് ചെയ്യുന്നുണ്ടെങ്കിലും പുറത്ത് ഉള്ളിൽ നിന്നുള്ള ന്യൂസ് ലീക്ക് ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്നത് വളരെ തെറ്റാണ്, പൈറസിയോട് ചേർത്ത് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് എന്ന് ലാലേട്ടൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ക്യൂരിയോസിറ്റി കളയരുത് എന്ന് പറഞ്ഞ് നെവിൻ്റെ കള്ളത്തരം, അതായത് നെവിൻ്റെ കള്ളത്തരം എന്ന് പറയുമ്പോൾ നെവിൻ കരുതി ഇതിനകത്ത് എന്തോ മിസ്റ്റേക്കുകളുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ മോഷിച്ചു എന്നുള്ളത് വളരെ രസകരമായ ഒരു കോമഡി ട്രാക്കിലാണ് ലാലേട്ടൻ പറഞ്ഞു. ഇതൊരു ഗെയിം രീതി തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ നിങ്ങൾ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല, അത് എൻ്റർടൈനിങ് ആക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് നെവിന് ഇഷ്ടമുള്ള ഒരു സാധനം, ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറയും. അദ്ദേഹം ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പറയുന്നു, ഒരു ഷൂ എന്ന് പറയുന്നു. ആദ്യം ലാലേട്ടൻ്റെ കൂളിംഗ് ഗ്ലാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷൂ എന്ന് പറയുന്ന സമയത്ത് ഒരു പെയർ അല്ലാതെ ഒരു സിംഗിൾ പീസ് കൊടുക്കുകയാണ്. വരും എപ്പിസോഡിൽ
ഇതിൻ്റെ പേര് തരാം, കറക്റ്റ് സൈസിലുള്ളത് തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തുകയാണ്. അതിനുശേഷമാണ് ഓരോ മത്സരാർത്ഥികളും ഈ ആഴ്ച എങ്ങനെയുണ്ട് എന്നുള്ളത് പലരും പല അഭിപ്രായം പറയുന്നു. കൂടുതൽ പഠിക്കാൻ പറ്റി, ആദ്യ ആഴ്ച കഠിനമായിരുന്നു, റേഷൻ രീതികളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഗെയിം കളിക്കുമ്പോൾ നല്ല പ്രഷറുണ്ട്. അങ്ങനെ പലരും പല രീതിയിൽ ഗെയിമിനെ നോക്കിക്കാണുന്ന രീതിയിൽ ലാലേട്ടനോട് വിവരിച്ചു കൊടുത്തു. അതിനുശേഷമാണ് വൈൽഡ് കാർഡായിട്ട് റോബോ ഡോഗ് വാച്ച് ഡോഗായിട്ട് ഇനി ബിഗ് ബോസ് ഹൗസിലുണ്ടാവും. അതിനൊരു ലോ ആംഗിൾ ക്യാമറ കൂടിയാണല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ രണ്ടുപേര് സംസാരിക്കുന്നതിന് ഇടയിലേക്ക് ഇത് കയറി വരാം. പലരും ഇവർ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നതും ചില ഇരുട്ടുള്ള കോർണറുകൾ പോയിട്ട് രഹസ്യമായി സംസാരിക്കുന്നു, അതൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ക്യാമറ വാച്ച് ഡോഗാണ്. അതിനൊരു രസകരമായ പേര് ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ആ പേരിടുന്നതായിരിക്കും എന്ന് പറയുന്നു. അടുത്ത ആഴ്ചയിൽ ഈ വൈൽഡ് കാർഡായ ഈ റോബോ ഡോഗിനെ നമുക്ക് ഹൗസിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഈ എപ്പിസോഡ് കഴിഞ്ഞ് നാളത്തെ എലിമിനേഷൻ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കരുതുന്നത് ഇതിൽ ആദ്യം തന്നെ ഒളിച്ചിരിക്കുന്നവരെന്ന് പറഞ്ഞ രഞ്ജിത്ത്, ശൈത്യ, അതുപോലെ തന്നെ ഒനീൽ, RJ ബിൻസി, ഇവരിൽ നിന്നായിരിക്കും ഒരാളെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കാരണം അത് തന്നെ ഒരു സൂചനയാണ്. ഇവർ 5 പേരെ കൂടുതൽ സ്ക്രീൻ ടൈം ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരാൾ നിന്നായിരിക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. അത് കഴിഞ്ഞ് ഈ വീഡിയോ ഇട്ടതിന്, അതായത് പുറത്ത് ഓൾറെഡി ഇവിടെ വിമാനം പോലും മിസ്സാകാനുള്ള ആ ഒരു അവസ്ഥയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചത് എന്ന് രേണുസുതി ക്യാമറയോട് പറയുകയാണ്. ലാലേട്ടൻ എപ്പിസോഡ് കഴിഞ്ഞാണത് രേണുസുതി പറയുന്നത്. അതായത് കസിനാണ് പറഞ്ഞത്, ഇങ്ങനെ എല്ലാ മത്സരാർത്ഥികളും ചെയ്യാറുണ്ട്, അതനുസരിച്ചാണ് ഞാൻ ചെയ്തത്, അത് ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുകയും ഏത്തമിടുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിൽ പശ്ചാത്താപം കൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച പല രസകരമായ കാര്യങ്ങളും അതുപോലെ തന്നെ വിമർശിക്കേണ്ട കാര്യങ്ങളും ലാലേട്ടൻ അതിശക്തമായിട്ട് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി നാളെയാണ് ആദ്യത്തെ എലിമിനേഷൻ റൗണ്ട്. ഇനി ഈ ഒരു റോബോ ഡോഗ് അല്ലാതെ വൈൽഡ് കാർഡുകൾ ഉണ്ടാകുമോ, ഒന്നിലധികം എലിമിനേഷനുകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കണ്ടറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്.